ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്ത് പാർവതിയോട് സ്വാമി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ എരിപിരി കയറ്റി പറയുകയാണ്. അവരെ ഇവിടെ നിന്ന് പുറത്താക്കുക തന്നെ വേണ്ടത്. അവരെ ഇവിടെ നിന്ന് പുറത്താക്കിയാലാണ് നമ്മുടെ നിത്യയ്ക്ക് ശാന്തി കിട്ടുകയുള്ളൂ എന്ന് പറയണം. അപ്പം മുത്തശ്ശിയും പറയണം, അത് ശരിയാണ്, അവളെ ഇനി ഇവിടെ താമസിപ്പിക്കേണ്ട പാർവതി, അവളെ ഇവിടെ നിന്ന് പുറത്താക്കുക തന്നെയാണ് വേണ്ടത്. അത് കേട്ടതോടുകൂടി പാർവതി ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇറങ്ങടി ഇവിടെ നിന്ന്. ആര്? ഞാനോ? അതേടി നീ തന്നെ. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നീ താമസിക്കാൻ പാടില്ല. മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ. അത് കേട്ടും കൊണ്ടാണ് പ്രിയ വരുന്നത്. എന്താ അമ്മേ പ്രശ്നം? പ്രശ്നം എന്താണെന്നുള്ളത് ഇവൾക്കറിയാം. നിന്നോടാണ് പറഞ്ഞത്, ഇനി നീ ഈ വീട്ടിൽ താമസിക്കരുത്, മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ. ഇവിടെ വന്ന് നീ കാല് കുത്തിയതോടുകൂടി ഈ വീടിൻ്റെ ശാപം തുടങ്ങി. വന്ന് കയറിയതോടുകൂടി എൻ്റെ മോൻ ഇല്ലാതായി. അത് കഴിഞ്ഞപ്പോൾ നിത്യയും ഇല്ലാതായി. നീ ഈ വീട്ടിലേക്ക് വന്ന് കയറിയതാണ് ഈ വീടിൻ്റെ ശാപം. ഇനി നീ ഈ വീട്ടിൽ താമസിക്കരുത്. ഞാൻ നിന്നോട് പലതവണ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ നീ എന്നെ ഓരോന്ന് പറഞ്ഞ് നീ എന്നെ അടക്കി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ സമ്മതിച്ചു തരില്ല. ഇനി നീ ഈ വീട്ടിൽ താമസിക്കരുത്. ഒന്നല്ലെങ്കിൽ നീ ഈ വീട്ടിൽ താമസിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും. രണ്ടുപേരും കൂടി ഈ വീട്ടിൽ എന്തായാലും താമസിക്കേണ്ട. രണ്ടിൽ ഒരാൾ മാത്രം താമസിച്ചാൽ മതി. അപ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് പറയാണ്, എന്താ അമ്മ പറഞ്ഞത്? ഞാൻ കാരണമാണ് സുധിയേട്ടൻ ഇല്ലാതായത്, ഞാൻ കാരണമാണ് നിത്യമോള് ഇല്ലാതായത് എന്നാണോ? അതെടി, നീ കാരണം തന്നെയാണ് ഈ കുടുംബം ഇങ്ങനെ നശിച്ചത്. അതുകൊണ്ട് ഇനി നീ ഈ വീട്ടിൽ താമസിക്കരുത്, മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ. അപ്പോൾ പ്രിയ പറയണേ, എന്താ അമ്മ ഈ പറയുന്നത്? ചേച്ചി എന്ത് തെറ്റാണ് അമ്മേ ചെയ്തത്? ഇവളെക്കുറിച്ച് മോൾക്ക് ഒന്നും അറിയാഞ്ഞിട്ടാണോ? നാട്ടുകാരൊക്കെ എന്തൊക്കെയാണെന്നോ പറയുന്നത്? ഈ വീടും സ്ഥലവും ഒക്കെ ഇവള് സ്വന്തമാക്കിയില്ലേ, അതുകൊണ്ടാണ് നിത്യമോള് ആത്മഹത്യ ചെയ്തത്. ദേവിക കരഞ്ഞുകൊണ്ട് പറയണ, അമ്മേ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്, ഇതുപോലുള്ള വാക്കുകളൊന്നും അമ്മ ഇനി പറയരുത്. നിത്യമോളുടെ മരണവും സ്വത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെയൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടാവും. അതിന് മറ്റുള്ളവർ കൂട്ടുനിൽക്കരുത്. അമ്മ അതിന് പ്രത്യേകിച്ചും കൂട്ടുനിൽക്കരുത്. ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞാൽ നിത്യമോളുടെ ആത്മാവാണ് വേദനിക്കുന്നത്. സ്വത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണോ നമ്മുടെ നിത്യമോള്? ഒരിക്കലും നിത്യമോള് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യില്ല. വേണമെങ്കിൽ അവൾക്ക് ജോലിക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കായിരുന്നു, അതുപോലും നിത്യമോള് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് സ്വത്തിന് വേണ്ടി നിത്യമോള് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്? ഒരിക്കലുമില്ല അമ്മേ. അമ്മ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഈ വീടോ സ്വത്തോ ഒന്നും തന്നെ എനിക്ക് വേണ്ട. എനിക്ക് ഈ വീട്ടിൽ ഒരു തരി മണ്ണ് പോലും വേണ്ട. അങ്ങനെ വേണ്ടമെങ്കിൽ ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന്. എന്തിനാണാവോ ഈ വീട്ടിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ ഈ വീട്ടിൽ നിന്നും നീ പോയിട്ടുണ്ടാവണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിടിച്ച് ഇറക്കി വിട്ടിരിക്കും നിന്നെ. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പാർവതി ദേഷ്യത്തിൽ പോകുന്നത്. അപ്പോൾ ദേവിക പൊട്ടിക്കരയുകയാണ്. പ്രിയക്കാണെങ്കിലോ ദേവികയെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഈ സമയം മാമിയും ജയശങ്കറും മനോഹരൻ്റെ വീട്ടിൽ നിന്നും പോവുകയാണ് കേട്ടോ. കാറിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ജയശങ്കർ സ്വാമിയോട് പറയണേ, എന്തിനാണ് വെറുതെ ദേവികയെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നീ അത് പറയണ്ടായിരുന്നു. എൻ്റെ സാറേ, ഞാനങ്ങനെ പറഞ്ഞത് നാട്ടിൽ മുഴുവനും പാട്ടാണ്. നിത്യ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? സ്വത്ത് കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ പലതും പറയുന്നുണ്ട്. അതിന് ആത്മഹത്യയാണെന്നുള്ളത് അങ്ങ് പറഞ്ഞാൽ പോരല്ലോ, അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണ്ടേ? വെറുതെ ഓരോന്ന് വിളിച്ച് പറയണ്ടായിരുന്നു. അത് പിന്നെ സാറേ, ഞാനിങ്ങനെ പറയുന്നത് ഈ വീട്ടുകാർക്കൊക്കെ അറിയണ്ടേ നിത്യ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന്? സ്വത്ത് കിട്ടാഞ്ഞിട്ടാണ് നിത്യ ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാരണം ഇപ്പോഴെങ്കിലും അവർക്ക് അറിയാൻ കഴിഞ്ഞല്ലോ. അല്ല എന്നുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവനും എന്തിനാണ് മകൾ ആത്മഹത്യ ചെയ്തത് എന്ന് അറിയഞ്ഞിട്ട് നീറി നീറി ജീവിക്കേണ്ടി വന്നേനെ. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതിലൊന്നും എനിക്ക് ഒരു കുറ്റബോധവും തോന്നുന്നില്ല. ദേവിക കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിപ്പോൾ ഈ വീട്ടുകാർ അറിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമാണ് തോന്നുന്നത്. സാർ എന്തായാലും കാറിൽ കയറാൻ നോക്ക്. അപ്പോഴത്തേക്കും അവിടേക്ക് ശരത്ത് വരികയാണ്. എന്നിട്ട് നന്ദി പറയുകയാണ്. സാറിപ്പോൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് വലിയ ഉപകാരമായി. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞതും ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ സാറ് ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ സ്വാമി പറയണേ, ഞങ്ങളിവിടെ വന്ന് പറഞ്ഞതേ നിത്യയുടെ ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ ആ ആത്മാവിനോട് ചെയ്യുന്ന നന്ദികേടായി പോവില്ലേ? സാർ എന്തായാലും കാറിൽ കയറ് എന്ന് പറഞ്ഞ് സ്വാമി ജയശങ്കറിനെയും കൂട്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരത്താണെങ്കിലോ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ നടന്നല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് പാർവതി ദേവികയെ വലിച്ചഴച്ച് അവിടെ നിന്നും ഇറക്കി വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ബലം പിടിച്ചുകൊണ്ട്, വാടി ഇവിടെ, നീ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ബലം പിടിച്ചുകൊണ്ട് പാർവതി ദേവികയെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ദേവിക കരയുകയാണ്. അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവിക അവിടെ നിന്ന് പോവാൻ കൂട്ടാക്കാതെ നിൽക്കാണ്ട്. അപ്പോൾ ഇതൊക്കെ ശരത്ത് മാറി നിന്ന് ആസ്വദിച്ച് കാണുകയാണ്. അപ്പോൾ പ്രിയയും മുത്തശ്ശിയും മനോഹരനും ഓടി വരികയാണ്. മുത്തശ്ശി പറയാണ്, ഇവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അപ്പോൾ മനോഹരൻ
മനോഹരൻ പറയുന്നത്, എന്താണ് പാർവതി നീ ഈ കാണിക്കുന്നത്? അവളുടെ കൈവിട്, ദേവികയുടെ കൈവിട്. ഇല്ല, നിങ്ങൾ ഈ കാണിച്ചതിൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്താ മോളെ ഇവൾ ഈ പറയുന്നത്? എനിക്കറിയില്ല അച്ഛാ. എനിക്കറിയാമെടി, നീ ഞങ്ങളെയൊക്കെ പറ്റിച്ച് നിന്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിയില്ലേ? അതുകൊണ്ടാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്തത്. നീ കാരണമാണ് എൻ്റെ മോള് മരിച്ചത്. അമ്മേ, നിത്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പിന്നെ എങ്ങനെയാടി എൻ്റെ മോള് മരിച്ചത്? എൻ്റെ മോളെ ആരെങ്കിലും കൊന്നതാണോ? എന്തിന് അവളെ ആരെങ്കിലും കൊല്ലണം? അതൊന്നുമല്ല കാരണം. അവളെ കല്യാണം മുടങ്ങി, അത് കഴിഞ്ഞ് ഈ വീടും സ്ഥലവും സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലായി. അതുകൊണ്ട് ആ വേദനയിലാണ് നിത്യമോള് ആത്മഹത്യ ചെയ്തത്. എടി, എനിക്കിനി സഹിക്കാൻ കഴിയില്ല. മര്യാദക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ബലം പിടിച്ചോണ്ടാണ് കേട്ടോ ദേവികയെ ഇറക്കി വിടാൻ നോക്കുന്നത്. അപ്പോൾ ദേവിക പാർവതിയുടെ കൈയങ്ങ് തട്ടി മാറ്റുകയാണ്. അപ്പോൾ മനോഹരൻ തടയുകയാണ്. ഇല്ല പാർവതി, ഒരിക്കലും ദേവിക ഒന്നും അറിഞ്ഞിട്ടില്ല. ദേവിക പറഞ്ഞിട്ടല്ല സ്വത്തുക്കളൊന്നും ഞാൻ ദേവിക മോളുടെ പേരിൽ എഴുതിയത്. ഇവളിതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. എൻ്റെ ഇഷ്ടത്തിന് മാത്രമാണ് ഞാൻ ദേവിക മോളുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തത്. അത് കേട്ടപ്പോൾ പാർവതി പറയണ, അങ്ങനെയാണെങ്കിൽ നിങ്ങളും ദേവികയോടൊപ്പം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം. നിങ്ങളും എൻ്റെ മോളുടെ മരണത്തിന് കാരണക്കാരനാണ്. അതുകൊണ്ട് രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം. രണ്ടുപേരെയും എനിക്ക് കാണണ്ട. അപ്പോൾ മനോഹരൻ പറയും, എന്താണ് പാർവതി, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താണ്. രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ഒരമ്മയാണ് ഞാൻ. ഇനി പോടി ഇവിടെ നിന്നും, നീ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേവികയെ ബലം പിടിച്ചുകൊണ്ട് പാർവതി അങ്ങ് പിടിച്ച് തള്ളുകയാണ് കേട്ടോ. ആ ഒരു വീഴ്ച നേരെ വീഴുന്നത് ദേവിക സിദ്ധുവിൻ്റെ അടുത്തേക്കാണ്. സിദ്ധുവിൻ്റെ ദേഹത്തേക്കാണ് വീഴുന്നത്. ഈ ദേവികയെ എന്തു പറ്റി ദേവികയെ എന്ന് പറഞ്ഞ് സിദ്ധു ദേവികയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോൾ എന്താ ദേവിക പ്രശ്നം, എന്താണ് എന്ന് സിദ്ധു ചോദിക്കേണ്ട. അപ്പോഴത്തേക്കും പാർവതി അവിടേക്ക് വരികയാണ്. അപ്പോൾ മനോഹരനും മുത്തശ്ശിയും പ്രിയയും ഒക്കെ വരികയാണ് കേട്ടോ. എന്നിട്ട് മനോഹരൻ വെപ്രാളം പിടിച്ചുകൊണ്ടാണ് കേട്ടോ ദേവികയെ പുറത്താക്കുന്നത് കാണുമ്പോൾ ഓടി വരികയാണ്. അപ്പോൾ മനോഹരൻ പെട്ടെന്ന് അങ്ങ് വീഴാൻ പോവുകയാണ്. അപ്പോൾ ദേവികയും സിദ്ധുവും പാർവതിയും പിടിക്കുന്ന സമയത്ത് മനോഹരൻ പാർവതിയുടെ കൈയങ്ങ് തട്ടി മാറ്റുകയാണ്. എന്നിട്ട് മനോഹരൻ പറയണേ, ഞാൻ പറയാം മോനെ, ഈ വീടും സ്ഥലവും ഞാൻ ദേവിക മോളുടെ പേരിൽ എഴുതി കൊടുത്തില്ലേ? ആ വിഷമത്തിലാണ് നിത്യമോള് ആത്മഹത്യ ചെയ്തത് എന്നാണ് പാർവതി പറയുന്നത്. എൻ്റെ കുഞ്ഞു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല മോനെ, എൻ്റെ മുന്നിനെ ആരോ കൊന്നതാണ്. അത് കേട്ടപ്പോൾ ശരത്ത്, ഇയാളിപ്പോൾ എന്തൊക്കെ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് ദേഷ്യത്തിൽ ഇതൊക്കെ കേട്ടുകൊണ്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ പ്രിയയും മുത്തശ്ശിയും പാർവതി അങ്ങ് ഞെട്ടിപ്പോവാണ്. മനോഹരൻ നിത്യ ആത്മഹത്യ ചെയ്തതല്ല, നിത്യയെ ആരോ കൊന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പാർവതി, കൊന്നതോ? എങ്കിൽ ആരാണ് കൊന്നത് എന്ന് പറയൂ. നിങ്ങൾ സ്വയം ചെയ്ത തെറ്റ് ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയണേ, പാർവതി പറയുന്നത് പോലെ അങ്ങനെ കൊന്നതാണെങ്കിൽ അത് പോലീസ് കണ്ടുപിടിക്കട്ടെ. കൊല്ലുന്നതിന് ഒരു കാരണം വേണമല്ലോ. എന്ത് കാരണമാണാവോ നിത്യയെ കൊല്ലാമെന്ന് ഉള്ളത്? അവളോട് ആർക്കാണാവോ ഇത്ര ശത്രുതയുള്ളത്? എൻ്റെ നിത്യമോൾ ആരെയും ഒന്നും ദ്രോഹിക്കാത്തവളാണ്. ഒരിക്കലും ആരും അവളെ കൊല്ലില്ല. ഇതൊന്നുമല്ല സത്യം. അപ്പോൾ പാർവതി പറയണേ, നീ വന്നു എന്ന് കരുതിയിട്ട് ഇവളെ ഞാൻ ഇവിടെ താമസിപ്പിക്കുകയൊന്നുമില്ല. ഇവളെ ഞാൻ ഇവിടെ നിന്നും ഇറക്കി വിടും. അത് ഇനി ആരും സ്വപ്നത്തിൽ പോലും കരുതണ്ട ഇവൾ ഇവിടെ ഇനി താമസിക്കുമെന്നുള്ളത്. ഇറങ്ങി പോടി ഇവിടെ നിന്നും. അപ്പോൾ സിദ്ധു പറയണ, അമ്മ കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ. എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് എനിക്കറിയാം. അത് കേട്ടപ്പോൾ പാർവതിയും മുത്തശ്ശിയും എല്ലാവരും അങ്ങ് അതിശയിച്ചു പോവുകയാണ്. എന്താ നീ പറഞ്ഞത്? എന്താണ് കാരണം? എൻ്റെ നിത്യ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? നിനക്കറിയാമെന്നോ? എങ്കിൽ അത് പറ. അത് പിന്നെ എന്ന് പറഞ്ഞ് സിദ്ധു പതറുന്ന സമയത്ത്, നുണ പറയുന്ന സമയത്ത് പതർച്ചയൊക്കെ വരും. അതാണൊന്നും പറയാൻ കിട്ടാത്തത്. അപ്പോഴത്തേക്കും അക്ഷരയും നിരഞ്ജനും അവിടേക്ക് വരണം. അല്ല, ഞങ്ങൾക്കറിയാം നിത്യ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ പാർവതി പറയണ, നിങ്ങൾ പറയാൻ വരുന്ന സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ പറയാൻ പോകുന്നതൊന്നും ഞാൻ ഇനി വിശ്വസിക്കാനും പോകുന്നില്ല. എൻ്റെ മോള് മരിച്ചത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ മോളെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. എനിക്കറിയാം എൻ്റെ മോള് ഇനിയാ മരിച്ചത് എന്നൊക്കെ. ഇനി നിങ്ങളാരും വിശ്വസിപ്പിക്കാനൊന്നും എന്നെ നിൽക്കണ്ട. ഞാനത് വിശ്വസിക്കുകയുമല്ല. നിങ്ങളിപ്പോൾ ഡോക്ടറും വക്കീലും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, കൊണ്ടുപോകാൻ നോക്കുക, അല്ലാതെ ഇവിടെ നിർത്താനൊന്നും നിൽക്കണ്ട. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇവളെ നിങ്ങളെ വിളിച്ചു വരുത്തിയതാവുമല്ലോ, എങ്കിൽ ബാഗും എടുത്തോണ്ട് ഇവളെ കൊണ്ട് അങ്ങ് പോവാൻ നോക്ക് എന്നും പറഞ്ഞ് മുത്തശ്ശിയും പാർവതിയും അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരത്തും പിന്നെ അവിടെ നിൽക്കാതെ അവരോടൊപ്പം അവരെ എരിപിരി കയറ്റാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദേവിക ചോദിക്കുകയാണ്, അല്ല നിങ്ങളെന്താ പറഞ്ഞത്? നിത്യമോള് മരിച്ചത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നോ? എന്താണ് നിങ്ങൾ പറഞ്ഞത്? അപ്പോൾ നിരഞ്ജൻ പറയാണ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. നിത്യ ആത്മഹത്യ ചെയ്തതല്ല, നിത്യയെ കൊന്നതാണ്. അത് കേട്ടതോടുകൂടി മനോഹരനും ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്, പ്രിയൊക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്? അതെ, അതും കൊന്നത് മാത്രമല്ല, മരിക്കുന്നതിൻ്റെ മുന്നേ നിത്യയുടെ മാനവും നഷ്ടപ്പെട്ടിരുന്നു, അതും ക്രൂരമായാണ്. ആ വാക്കുകളൊക്കെ നിരഞ്ജൻ പറയുമ്പോൾ ഇടർച്ചയോട് കൂടിയാണ്, വളരെ വിഷമത്തോടു കൂടിയാണ് നിരഞ്ജൻ പറയുന്നത്. എന്നിട്ട് പറയണം, അതും അവളെ ജീവൻ നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നേ
അവൾ അതിക്രൂരമായാണ് അവൻ്റെ മാനവും അവൻ കവർന്നെടുത്തത്. ഒരേ ഒരുത്തൻ അവനാണ് ഇതിനെല്ലാം കാരണം. ജീവൻ നഷ്ടപ്പെടുത്തിയതും മാനം നഷ്ടപ്പെടുത്തിയതും ഒരുത്തനാണ്. കേൾക്കുമ്പോൾ ദേവികയും മനോഹരനും പൊട്ടിക്കരയുകയാണ്. ഈ സമയം ശരത്ത് മുത്തശ്ശിയുടെയും പാർവതിയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ പാർവതി ചോദിക്കുകയാണ്, അവൾ പോയോ? എവിടെ നിന്ന് പോവാനാണ്? അതിനല്ലേ അവർ കള്ളക്കഥയുമായി വന്നിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണേ, എന്ത് കഥയാണ് അവർ പറയുന്നത്? ഞാനതൊന്നും കേൾക്കാനേ പോയില്ല മുത്തശ്ശി. അവരിവിടേക്ക് വന്നു കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്ന്. സ്വന്തം മകൾ മരിച്ചിട്ട് പോലും അച്ഛൻ ഒരു കുലുക്കവുമില്ലല്ലോ മുത്തശ്ശി. പാർവതി പറയണേ, ഇത്തവണ ഞാൻ ക്ഷമിക്കില്ല. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേ പറ്റൂ. അതിന് ഞാൻ ചെയ്തിരിക്കും, അത് ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ അതിന് ന്യായം നോക്കുമ്പോൾ അവർക്ക് കേസ് വഴി പോയാലൊക്കെ ദേവിയയ്ക്ക് തന്നെയല്ലേ ഈ വീട് കിട്ടൂ. ദേവികയുടെ പേരിലല്ലേ ഈ വീടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ താമസിച്ചോട്ടെ, നമുക്ക് പോവാം ശരത്തെ. ഞാനും മുത്തശ്ശിയും നിന്നോടൊപ്പം വരാം. ഞങ്ങളെ നിനക്ക് നോക്കാൻ കഴിയില്ലേ? അത് കേട്ടതോടുകൂടി ശരത്ത് അങ്ങ് പതറുകണേ. അതിനെന്താ, എനിക്ക് അതിനൊരു കുഴപ്പവുമില്ല. നിങ്ങളെ ഞാൻ പൊന്നുപോലെ നോക്കും. പക്ഷേ മുത്തശ്ശിയുടെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമം. മുത്തശ്ശിക്ക് ഈ വീടുമായിട്ട് അത്രക്ക് അടുപ്പമുള്ളതല്ലേ. അപ്പോൾ മുത്തശ്ശിക്ക് ഈ വീട് വിട്ടു പോകുമ്പോൾ നല്ല വിഷമം വരില്ലേ? അപ്പോൾ മുത്തശ്ശി പറയണേ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളോടൊപ്പം വരാം. ശരത്തെ, ഞങ്ങളുടെ ബലം നീയാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും പാർവതിയും ശരത്തിനെ കണ്ടും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണ്. ഈ സമയം ദേവികയും സിദ്ധുവും നിരഞ്ജനും അക്ഷരയും പ്രിയയും കൂടി സംസാരിക്കുകയാണ്. നിത്യയോട് ഈ ക്രൂരത ചെയ്തത് ആരാണെങ്കിലും നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ദേവിക പറയണം, അവനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. കണ്ടുപിടിച്ച് അവനെ ഞാൻ നിയമത്തിനൊന്നും വിട്ടുകൊടുക്കില്ല. അവൻ്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്. അവനെ ഞാൻ ജയിലിലേക്കൊന്നും വിടില്ല. അവനെ ഞാൻ പരലോകത്തേക്കാണ് വിടുന്നത്. അത് ആരാണെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും. അതിന് ഞാൻ എന്ത് വില കൊടുത്താണെങ്കിലും ഞാൻ അത് കണ്ടുപിടിച്ച് അവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. ഞാനാണ്, എൻ്റെ കൈകൊണ്ടാണ് അവൻ്റെ അവസാനം. അവനെ ഞാനാണ് പരലോകത്തേക്ക് വിടുക. അപ്പോൾ സിദ്ധുവും നിരഞ്ജനും പറയുന്ന സമയത്ത് അക്ഷരമൊക്കെ തടയാൻ, എന്താ ദേവിക നീ പറയുന്നത് എന്ന് ഇല്ല, ഇത് ഞാൻ തീരുമാനിച്ചതാണ്. അവനെ ഞാൻ ഇല്ലാതാക്കും. എൻ്റെ നിത്യയെ ഇല്ലാതാക്കിയ, ക്രൂരമായി ഇല്ലാതാക്കിയ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നല്ല സങ്കടത്തോടു കൂടിയാണ് ദേവിക. ആരാണെങ്കിലും അവനെ ഞാൻ കൊന്നു കളയും എന്നുള്ള ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്.